ഹലോ എവ്രി വൺ. സോ ഇന്നും നമ്മൾ വൺ ഷോട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ വൺ ഷോട്ട് വീഡിയോയിൽ പാർട്ട്ണർഷിപ്പിലെ കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1, 2, 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി പാർട്ട്ണർഷിപ്പിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ദാറ്റ് മീൻസ് 4th ചാപ്റ്റർ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഓക്കെ, സോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ A0 to A+ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇതിൽ നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി എന്നുള്ള രീതിയിലല്ല, വൺ ഷോർട്ടായിട്ട് ഒരു ക്യുക്ക് റിവിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻറ്റയർലി ഈ ഡിസൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന പോയിന്റ്സ്, ടോപ്പിക് ഏത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫേം ഈസ് ഗോയിങ് ടു ഷട്ട് ഡൗൺ എന്നുള്ളതാണ് അല്ലേ. ഫേം ഷട്ട് ഡൗൺ ചെയ്യാണ്, ഇനി സ്റ്റോപ്പ് ചെയ്യാണ്, ഇനി ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്ത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസൊല്യൂഷൻ ചെയ്യുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അഡ്മിഷൻ്റെ കേസിൽ ഉള്ള പോലെ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതർവൈസ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്, ഇതിലെല്ലാം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു? ന്യൂ റേഷ്യോ അല്ലേ, അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ, അതർവൈസ് ഗെയിനിങ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഡിസൊല്യൂഷൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു കേസ് വരുന്നില്ല. കാരണം ഫേം ഷട്ട് ഡൗൺ ചെയ്യാണ് എന്ന് പറയുമ്പോൾ ന്യൂ റേഷ്യോയും കാര്യങ്ങളൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള പാർട്ട്നേഴ്സ് ആരാണോ അവരെ അങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഇതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇനി ഈ ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. സോ ഏതൊക്കെയാണ്? സോ ഓക്കെ, കാണാൻ പറ്റില്ലേ? യാ, ഓക്കെ. അഡ്ജസ്റ്റ്മെൻറ്റ് മെയിനായിട്ട് ഇതിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്ന് നോക്കാം. ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്പർ 1 ആസ് യൂഷ്വൽ നമുക്ക് പറയുന്ന പോലെ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഗുഡ് വിൽ ട്രീറ്റ്മെൻറ്റ് വരും. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെയാണ് ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ അക്കൗണ്ടിങ്. ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഓക്കെ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പഠിക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തേർഡ്, റിസർവ്സ്, accumulated profits or loss. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ആൻഡ് ഫൈനലി സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഏത് ഡിസ്കസ് ചെയ്യാം? ഗുഡ് വില്ല് അല്ലേ. ഗുഡ് വില്ലിലേക്ക് പോവാം. ഗുഡ് വിൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോർമലി നമ്മൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഇതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? നമുക്ക് കുറേ ഒരു കേസസ് നമുക്ക് അതിലെല്ലാം പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. വെൻ ദ ഗുഡ് വിൽ ഈസ് ഗിവൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അതർവൈസ് ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, അതെങ്ങനെയാണ്, ആ ഗുഡ് വിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെൻ ദ ഗുഡ് വിൽ ഈസ് നോട്ട് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യാത്ത സിറ്റുവേഷൻ. ആൻഡ് ഫൈനലി ഹിഡൻ ഓർ ഇൻഫേർഡ് ഗുഡ് വിൽ. ഈ 3 കേസ് വെച്ചിട്ടായിരുന്നു നമ്മൾ അവിടെ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് അത്തരം കേസ് ഒന്നും വരാൻ പോകുന്നില്ല. ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ. ഏതായിരിക്കും? ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ന്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും നമുക്ക് സിറ്റുവേഷൻ ഇവിടെ വരുന്നില്ല. ബട്ട് എന്താണ് ചെയ്യേണ്ടത്? ഗുഡ് വിൽ വാല്യൂ നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, ഗുഡ് വില്ല് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിലെ എമൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യണം? അത് നമുക്ക് ക്ലോസ് ചെയ്യണം. എങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം? മറ്റേത് അസറ്റും നമ്മൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അല്ലേ.
സോ റിയലൈസേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ എല്ലാ അക്കൗണ്ട്സ് അസറ്റ്സ് ആണെങ്കിലും ലയബിലിറ്റീസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി സെർട്ടൈൻ അസറ്റ്സ് ആൻഡ് സെർട്ടൈൻ ലയബിലിറ്റീസ് വരുന്നുണ്ട്. അത് നമുക്ക് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് സോ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേത് അസറ്റ്സ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ഗുഡ്വില്ലും നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഏതിലേക്കാണ്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ അസറ്റ് കുറയുന്നു അല്ലേ? അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അപ് ടു ഗുഡ് വിൽ അക്കൗണ്ട് എന്ന് വരുന്നു. ആൻഡ് ഇതുപോലെ തന്നെയാണ് ചിലപ്പോൾ ഗുഡ് വില്ല് നമ്മൾ ഏതെങ്കിലും പാർട്ട്ണർ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് വില്ല് നമ്മൾ റിയലൈസ് ചെയ്യുന്ന കേസ് ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രീസും കൂടെ ഇതിനകത്ത് അത് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഭയങ്കര അഡ്മിഷനിൽ ഇതിലും പറയുന്ന പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഡിസൊല്യൂഷനിൽ വരുന്നില്ല. ഓക്കെ, സോ അതായിരുന്നു ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഏതായിരുന്നു? ഇത് ഗുഡ് വില്ല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ അക്കൗണ്ടിങ് ആണ്. ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ അക്കൗണ്ടിങ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആസറ്റ്സ് എന്ത് ചെയ്യണം, ലയബിലിറ്റീസ് എന്ത് ചെയ്യണം? ഈ അക്കൗണ്ട്സ് എല്ലാം നമുക്ക് ക്ലോസ് ചെയ്യണം അല്ലേ? നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ എങ്ങനെ ക്ലോസ് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബട്ട് സർട്ടൈൻ ടൈപ്പ് ഓഫ് ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അത് ഏതൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടാത്ത ആസറ്റ്സ് എന്ന് പറയുന്നതും ലയബിലിറ്റീസ് എന്ന് പറയുന്നതും നമുക്കറിയണം അല്ലേ? ഏതൊക്കെയാണ്? ആസറ്റ്സ് എടുക്കാം. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട. ബിക്കോസ് നമ്മൾ ഫൈനലി നമ്മൾ അക്കൗണ്ട്സ് സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ടാലിയായി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അക്കൗണ്ടാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ആസറ്റ് ആണ്, ബട്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതില്ല. ഓക്കെ, ദെൻ അതുപോലെ തന്നെയാണ് ഈ ഡിപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ബട്ട് ഡെപ്റ്റേഴ്സിന്റെ കേസിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അത് ലയബിലിറ്റീസ് ആണ്. സോ ലയബിലിറ്റി ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഡെപ്റ്റേഴ്സിന്റെ കേസിൽ ഗ്രോസ് വാല്യൂ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, നെറ്റ് വാല്യൂ അല്ല. നെറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ നമ്മൾ ഡിഡക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ നെറ്റ് വാല്യൂ അല്ല, ഗ്രോസ് വാല്യൂ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഫിക്സ്ഡ് ആസറ്റിന്റെ കേസിൽ നമ്മൾ ഗ്രോസ് വാല്യൂ ആണ്, ഡിപ്രീസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വാല്യൂ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ദെൻ ലയബിലിറ്റീസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതില്ല. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട. അതുപോലെ തന്നെയാണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതില്ല. ഓക്കെ, ബട്ട് പാർട്ട്നേഴ്സിന്റെ വൈഫ് ഓർ ഹസ്ബൻഡിന്റെ ലോൺ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ലയബിലിറ്റി ആയിട്ടാണ്, പുറത്തുനിന്ന് ആരെടുത്തുന്നെങ്കിലും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ബാലൻസ് ഷീറ്റിൽ ഏതൊക്കെ ആസറ്റ്സ് ഉണ്ട്, ഏതൊക്കെ ലയബിലിറ്റീസ് ഉണ്ട് എന്ന് നോക്കുക. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആസറ്റ്സും ട്രാൻസ്ഫർ ചെയ്യേണ്ട ലയബിലിറ്റീസും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് മാത്രം നമ്മൾ അഡീഷണൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്താണോ തന്നിട്ടുള്ളത് ആ അഡ്ജസ്റ്റ്മെന്റ് പ്രകാരം നമ്മൾ ആസറ്റ് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ലയബിലിറ്റി പേ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതിൻ്റെ എല്ലാം എൻട്രീസ് കൊടുക്കുക. അല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് നമ്മളത് പോസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ആ ഏരിയയും കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, റിസർവ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഏതായിരുന്നു? റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അപ്പോൾ റിസർവ്സ് വന്നാൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡിസൊല്യൂഷന്റെ കേസിൽ നമ്മൾ ഈ ഐറ്റംസ് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. റിസർവ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെ ഉണ്ടാവാം? ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ്സ് ഉണ്ടാവാം, കണ്ടിജൻസി റിസർവ്സ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ലയബിലിറ്റി ആണ് അല്ലേ? അപ്പോൾ റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ റിസർവ്സ് ഒന്നും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ
പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഡിപ്രീസിയേഷൻ, അതൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ബട്ട് നമ്മൾ ഈ റിസർവ്സ് ഒന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. കണ്ടിൻജൻസി റിസർവ്സ്, ജനറൽ റിസർവ്സ് ഇവിടെ കൊടുക്കുക അല്ലേ. ജനറൽ റിസർവ്സ്, കണ്ടിൻജൻസി റിസർവ്സ്, ഇതൊന്നും നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇവിടെ ആകുമ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ്, ഡെബിറ്റ് ബാലൻസ്, ദാറ്റ് മീൻസ് ലോസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ജനറൽ റിസർവ്സ് ഉണ്ടെങ്കിൽ അത്, കണ്ടിൻജൻസി റിസർവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അത് ക്യാൻസൽ ചെയ്യാണ്. അത് ക്യാൻസൽ ചെയ്യുക മീൻസ് ഇതിലുള്ള ഈ അക്കൗണ്ടിലുള്ള എമൗണ്ട് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. കാരണം അത്രയും എമൗണ്ട് വെറുതെ കിടക്കുന്നുണ്ട്, ആ എമൗണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എപ്പോൾ? ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആയിരിക്കും എപ്പോൾ? ലയബിലിറ്റി സൈഡിൽ കാണിക്കുമ്പോൾ. അതും ഡെബിറ്റ് ചെയ്തിട്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. ഓക്കെ ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോസസ് വരുന്ന കേസസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ലോസ് ഉണ്ടാവാം. അപ്പൊ ഈ ലോസുകളൊക്കെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. സോ എൻട്രി എന്ത് വരും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ അഡ്വർടൈസ്മെന്റ് ടു advertisement suspense account to profit or loss account. അതായത് ഇത് ലോസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റാണ്, ആസറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റാണ് ഡെബിറ്റ് ബാലൻസ് ഉള്ളത്. ഓക്കെ, അത് ലോസ് ആണ്. സോ അത് അവരിലേക്ക് ആ അക്കൗണ്ടിനെ നമ്മൾ ക്ലോസ് ചെയ്യുക, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഈ റിസർവ്സിന്റെ കേസിൽ വരുന്നത്. ഇനി നമ്മൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളായിരുന്നു എന്ത്? സ്പെസിഫിക് റിസർവ്സ് അല്ലേ. സ്പെസിഫിക് റിസർവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് ഏതൊക്കെ സ്പെസിഫിക് റിസർവ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്? അഡ്മിഷനിലും ഇതിലെല്ലാം റിട്ടയർമെന്റിന്റെ കേസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് റിസർവ്സ് ഏതായിരുന്നു? വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ്. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഓർ റിസർവ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ പറയാം. സോ സിമ്പിൾ ആണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിഷന്റെ ഇതിലൊക്കെ കേസിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ്സ് എന്ന് പറയുന്നത് അഡ്മിഷന്റെ കേസിൽ നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് കാണിച്ചിട്ടുണ്ടായിരുന്നത്? അത് നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ മാത്രമല്ല റിട്ടയർമെന്റ് ആ എല്ലാ കേസിലും നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 ഐറ്റംസ് ആയിരുന്നു നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിലുള്ളത് അല്ലേ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ആസറ്റ് സൈഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് മീൻസ് ബുക്ക് വാല്യൂ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ആൻഡ് അഡ്ജസ്റ്റ്മെന്റിൽ തരുന്ന മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇത് 3ഉം കമ്പയർ ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് അതൊന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ റിസർവ് കീപ്പ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂവിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് വാല്യൂ കുറയുമ്പോൾ അവിടെ ലോസ് വരും. ആ ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർവ് ആയിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇവിടെ മാർക്കറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ടോ? ബുക്ക് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ എന്നുള്ള കമ്പാരിസൺ വരുന്നില്ല. അവിടെ ലോസ് ഉണ്ടോ നോക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ മറ്റ് റിസർവ്സ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് എന്ത്? ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് ഇൻ ദി കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഓക്കെ, സോ അപ്പൊ എന്താണ് എൻട്രി വരിക? ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, ടു റിയലൈസേഷൻ അക്കൗണ്ട്.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതായിരുന്നു? അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ്. അപ്പോൾ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് അപ്പോൾ ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു? എംപ്ലോയീസിന് എന്തെങ്കിലും കോമ്പൻസേഷൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പെട്ടെന്നൊരു ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർവാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ലോസ് അതിന്റെ ക്ലൈം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ അഡ്മിഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ടു പ്രൊവിഷൻ ഫോർ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് പറയുന്ന ക്ലൈം എന്ന് പറയുന്ന റിസർവ് അല്ല, ക്ലൈം എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കായിരുന്നു നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവിലുള്ള എമൗണ്ട് പേയ്മെന്റിന് വേണ്ടിയിട്ട്. ആൻഡ് അതിന്റെ ലോസ് മീറ്റ് ചെയ്തിരുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിൽ നിന്നായിരുന്നു. ബട്ട് ഇവിടെ എന്താ വരുന്നത്? നമ്മൾ പേയ്മെന്റ് ചെയ്യാനുള്ളതാണെങ്കിലും നമുക്ക് ലോസ് മീറ്റ് ചെയ്യാനുള്ളതാണെങ്കിലും എക്സസ് റിസർവ് ഉള്ള ഗെയിൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ട് നമ്മൾ ലോസ് എല്ലാം മീറ്റ് ചെയ്യുന്നതും പേയ്മെന്റ് ചെയ്യുന്നതും ഏതിലൂടെയാണ്? റിയലൈസേഷൻ അക്കൗണ്ടിലൂടെയാണ്. അപ്പൊ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നുള്ളതാണ് വരിക. വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നുള്ളതാണ് വരിക. ആൻഡ് അവിടെ എന്തെങ്കിലും എക്സസ് റിസർവ് ഉണ്ടെങ്കിൽ അത് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും കൂടെ വരും. ബട്ട് ആൻഡ് ഫൈനലി പേയ്മെന്റിന്റെ സമയത്ത് നമ്മൾ ഒരു എൻട്രിയും കൂടി വരുന്നുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള എൻട്രിയും കൂടെ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ റിസർവ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ള കേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട് സെറ്റിൽമെന്റ്സ് ആണ് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ലോണിന്റെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലോൺ ഫ്രം പാർട്ട്ണർ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യണം. ആൻഡ് ദെൻ ലോൺ ടു പാർട്ട്ണർ. ഓക്കെ, ലോൺ ബൈ പാർട്ട്ണർ എന്ന് പറയാം. ഓക്കെ, പാർട്ട്ണർ ഫേമിൽ നിന്ന് എടുത്ത ലോണ്, മറ്റേത് പാർട്ട്ണറിൽ നിന്നും ഫേം എടുത്തിട്ടുള്ള ലോണ്. അടുത്തത് എന്താണ്? ലോൺ ഫ്രം പാർട്ട്നേഴ്സ് വൈഫ് ഓർ ഹസ്ബൻഡ്. ഓക്കെ, പാർട്ട്ണറിന്റെ വൈഫ് ഓർ ഹസ്ബൻഡിൽ നിന്ന് എടുത്തിട്ടുള്ള അത് എക്സ്റ്റേണൽ ലയബിലിറ്റി ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. ആൻഡ് അടുത്തത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആൻഡ് ഫൈനലി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിലെ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ലോൺ ഉള്ള സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, ലോൺ ഫ്രം പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫേം റീപേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണിത് അല്ലേ. അപ്പൊ ഫേം അങ്ങനെ റീപേ ചെയ്യേണ്ട സമയത്ത് ഫേം ഒരു സംഭവം അനലൈസ് ചെയ്യണം. എന്താണ് ഒരു സംഭവം ചെക്ക് ചെയ്യണം? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നുള്ളത് നോക്കണം. കാരണം ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ലീവ് ഇറ്റ്, നോ പ്രോബ്ലം. ഒരു അവരുടെ സെപ്പറേറ്റ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് അത് പേയ്മെന്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ആൻഡ് ആ പേയ്മെന്റ് ചെയ്യുന്നത് നമ്മൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് അവിടെ നിന്നും അത്ര മാത്രമേ ഉള്ളൂ അവിടെ വരുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ. ബട്ട് അവിടെ ഡെബിറ്റ് ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫേം ആദ്യം ആ ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അതിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ടും എക്സസ് ആയിട്ട് എമൗണ്ട് അവർക്ക് ലോണായിട്ട് പേയ്മെന്റ് ചെയ്യാനുണ്ട് പാർട്ട്ണർക്ക് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ അത് നമ്മൾ പേ ചെയ്യുന്നതായിട്ട് കാണിക്കുക. അതിനു വേണ്ടി മാത്രം ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അവരുടെ ഡെബിറ്റ് ബാലൻസ് 1 lakh ആണ്. ആൻഡ് ലോൺ അക്കൗണ്ടും ലോൺ കൊടുക്കാനുള്ളതും 1 lakh ആണെന്നുണ്ടെങ്കിൽ
അവർക്ക് ഡെബിറ്റ് ചെയ്ത് മാത്രം കാണിച്ചാൽ മതി, വേറെ പേയ്മെന്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, ബട്ട് 1 lakh ആണ് അവരുടെ ഡെബിറ്റ് ബാലൻസ്. 1,50,000 ആയിരുന്നു ലോൺ എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 50,000 കൊടുക്കണ്ടേ? അത് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ 6 ആണെങ്കിൽ ആസ് ലോൺ അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ആ 50,000 മാത്രം നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് കാണിച്ചാൽ മതി. അതാണ് ഇവിടെ ഉള്ള ഒരു ചെറിയ കൺഫ്യൂഷൻസ് ചിലർക്ക് വരാറുള്ളത്. സോ അത് മാറിയെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് എന്താണ്? ആൻഡ് ഫൈനലി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് ആണ് ഇത്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ചിലർ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ചിലർ ബാങ്ക് അക്കൗണ്ട്. അവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്, നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോക്കുക എന്താണ് ക്യാഷ് അക്കൗണ്ട് ആണോ ബാങ്ക് അക്കൗണ്ട് ആണോ നമ്മളെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്. സംടൈംസ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് തരാം. അപ്പൊ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സംടൈംസ് ക്യാഷ് അക്കൗണ്ട് ആയിരിക്കും ഉണ്ടാവുക, സംടൈംസ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏത് അക്കൗണ്ട് ആണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടാലി ആയിരിക്കണം. അതിലേക്ക് നമ്മൾ എല്ലാ ക്യാഷ് ഐറ്റംസും കാര്യങ്ങളും നമ്മൾ അതിലേക്ക് പോസ്റ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി അത് ടാലി ആവണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് നമ്മൾ ഒന്ന് പഠിച്ചെടുക്കേണ്ടത്. ഈ ഇതിൽ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ പോയിന്റ്സുകളും കുറേ കേസസും വരുന്നില്ല. കാരണം ഫേം ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് കുറേ കേസസ് വരാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് എന്നുള്ള ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ തറോ ആക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ആക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ.